എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് എന്താണ് നമ്മളുടെ ആത്മാക്കൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഏഞ്ചൽസിന് നമ്മളോട് എന്ത് മെസ്സേജാണ് പറയാനുള്ളത് എന്ന് നോക്കാം. പ്രത്യേകിച്ചും ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത് എന്നുള്ള ഒരു റീഡിങ്ങും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു സോൾ മെസ്സേജുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, ഒരു ഏകാന്തത ആഗ്രഹിക്കുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ. നിങ്ങൾ സംസാരിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്തിട്ടൊന്നും ഒരു കാര്യവും ഇപ്പോൾ കിട്ടുമെന്ന് തോന്നുന്നില്ല. വളരെയധികം വിഷമവും ദേഷ്യവും നിങ്ങളുടെ ഒരു വെറുപ്പ് തോന്നുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് മനസ്സിലാവുന്നത്. സെക്കൻഡ് മെസ്സേജ് എന്ന് പറയുന്നത് ആദ്യത്തെ മെസ്സേജിൻ്റെ കണക്ഷനായിട്ടുള്ള മെസ്സേജാണ്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, അതേസമയം വളരെ കരുതലും ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ പല രീതിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം, നിങ്ങളുടെ വ്യക്തിയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു സ്വഭാവം നിങ്ങളുടെ വ്യക്തിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോഴും ആ ഒരു സ്വഭാവത്തിൽ നിന്ന് മാറണമെന്നാണ് നിങ്ങളുടെ വ്യക്തിക്ക് ആഗ്രഹിക്കുന്നത്. അതാണ് വേണ്ടത്. നിങ്ങളുടെ വ്യക്തിയുടെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ലോയൽറ്റിയാണ്. നിങ്ങളോടുള്ള സ്നേഹത്തിന് വളരെയധികം ലോയലായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ തമ്മിലുള്ളൊരു പിണക്കം മാറാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് ഒരു റിപ്ലൈ എന്നറിയാൻ വേണ്ടിയായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ഒരു കൺഫ്യൂഷനാണ്. ഇപ്പോൾ സംസാരിക്കണോ അതോ കണ്ടിന്യൂ ചെയ്യണോ, എന്താ ചെയ്യണമെന്ന് അറിയാത്ത സിറ്റുവേഷനാണ്. അപ്പോൾ എന്താണ് സോൾ മെസ്സേജ് എന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ കുറച്ചൊരു സമയം കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു സമയം കൊടുത്താൽ അത് നന്നായിരിക്കും എന്നാണ് മനസ്സിലാകുന്നത്. സോൾ മെസ്സേജ് പറയുന്നത് നിങ്ങളുടെ ഒരു പ്രശ്നം എപ്പോഴും കംപ്ലയിൻസും അല്ലെങ്കിൽ ഒരുപാട് പരാതികൾ നിങ്ങളുടെ വ്യക്തിയോടും നിങ്ങൾക്ക് സ്വന്തമായിട്ടും ഒരുപാട് പരാതികളുണ്ട്. അത് പക്ഷേ സൗന്ദര്യമായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കിൽസ് നിങ്ങൾക്കില്ല എന്ന് സ്വയം തോന്നുകയും അതിനോട് തന്നെ എപ്പോഴും കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളില്ലാതെ ലൈഫിന് എപ്പോഴും നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിൽ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവുകയുള്ളൂ. പിന്നെ സ്നേഹിക്കുക. സത്യസന്ധമായ സ്നേഹമാണെങ്കിൽ എല്ലാത്തിനും നമുക്കൊരു റെസ്പോൺസ് ഉണ്ടാവും. അപ്പോൾ സോൾ മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിക്കുക, എല്ലാ ഇഷ്യൂസും റിസോൾവ് ആവുന്നതായിരിക്കും.